നെക്സ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. സുവോളജി എന്നുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ഇയറിലെ തേർഡ് ചാപ്റ്ററായിട്ട് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റോങ്ലി മാച്ച്ഡ് പെയർ. ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നതിൽ റോങ് ആയിട്ടുള്ള പെയർ ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ എ യൂണിസെല്ലുലാർ ഗ്ലാനുലാർ സെൽസ്, അതിന് മാച്ചിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇത് ഗോബ്ലെറ്റ് സെൽ എന്നാണ്. നെക്സ്റ്റ് ബി സലൈവ എക്സോക്രൈൻ സെക്രീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് ഫ്യൂസിഫോം ഫൈബേഴ്സ് സ്മൂത്ത് മസിൽ. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് കാർട്ടിലേജ് ഏരിയോളാർ ടിഷ്യൂ. ഇവിടെ യൂണിസെല്ലുലാർ ഗ്രാനുലാർ സെല്ലാണ് ഗോബ്ലെറ്റ് സെൽ എന്ന് നമുക്കറിയാം. സലൈവ എക്സോക്രൈൻ സെക്രീഷൻ ആണ്, ഡക്റ്റുള്ള ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെക്രീഷൻ ആണ് സലൈവ. സോ ഇറ്റ് ഈസ് exocrine secretion. Fusiform fibers tapering at both ends. When the muscle fiber tapering at both ends, that is called a fusiform fibers, which is seen in smooth muscle. That is also correct pair. And the fourth pair, cartilage areolar tissue. Areolar tissue സാധാരണ കാണപ്പെടുന്നത് മാമറി ഗ്ലാൻഡ് പോലെയുള്ള സോഫ്റ്റ് പാർട്ടുകളിലാണ്. കാർട്ടിലേജിൽ ഏരിയോളാർ ടിഷ്യൂ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റോങ്ലി മാച്ച് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. റോങ്ലി മാച്ച്ഡ് പെയർ ഈസ് ഫോർത്ത് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ഓഫ് ന്യൂറോഗ്ലിയൽ സെൽസ് ആർ ദാറ്റ് ദേ ആർ. ന്യൂറോഗ്ലിയൽ സെല്ലിന് നൽകുന്ന സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഇതിൽ ഏതാണെന്ന് നോക്കാം. എ നോൺ സെൻസറി ആൻഡ് സപ്പോർട്ടിംഗ് സെൽസ്, ബി സെക്രീറ്ററി സെൽസ്, സി സെൻസറി ആൻഡ് സപ്പോർട്ടിംഗ് സെൽസ്, ആൻഡ് ഓപ്ഷൻ ഡി നോൺ സെൻസറി സപ്പോർട്ടിംഗ് ആൻഡ് സെക്രീറ്ററി സെൽസ്. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ന്യൂറോഗ്ലിയൽ സെൽ എന്ന് പറയുന്നത് നെർവിൽ പ്രൊട്ടക്റ്റീവായിട്ട് കാണുന്ന എൻഡ് പ്ലേറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നോൺ സെൻസറി ആണ്, അതായത് സ്റ്റിമുലസ് കൊണ്ട് എക്സൈറ്റഡ് ആകാത്ത ഒരു പാർട്ടാണ്, നോൺ സെൻസറി ആണ്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആണ്, പ്രൊട്ടക്റ്റീവ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻ നേച്ചർ. അപ്പോൾ നോൺ സെൻസറി ആൻഡ് സപ്പോർട്ടിംഗ് സെൽസ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷനായി വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, മാസ്റ്റ് സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്ൻസ്. മാസ്റ്റ് സെല്ല്, അതിൽ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് സെക്രീഷനായിട്ട് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ വാസോപ്രസിൻ ആൻഡ് റിലാക്സിൻ, ഓപ്ഷൻ ബി ഹെപ്പാരിൻ ആൻഡ് ഹിസ്റ്റമിൻ, ഓപ്ഷൻ സി ഹെപ്പാരിൻ ആൻഡ് കാൽസിട്ടോണിൻ, ആൻഡ് ഓപ്ഷൻ ഡി സെറോട്ടോണിൻ ആൻഡ് മെലാട്ടോണിൻ. Here mast cells of connective tissue produces heparin and histamine. Heparin is an anticoagulant. ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഹെപ്പാരിൻ. ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് പൊതുവെ അലർജിക് റെസ്പോൺസസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഹിസ്റ്റമിൻ. അപ്പോൾ ഇത് രണ്ടുമാണ് മാസ്റ്റ് സെല്ലിൽ നിന്ന്, കണക്റ്റീവ് ടിഷ്യൂവിലെ മാസ്റ്റ് സെല്ലിൽ നിന്ന് സാധാരണ ഉണ്ടാകാറുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഓഫ് ദീസ് വുഡ് യു ഫൈൻഡ് വൈറ്റ് ഫൈബറസ് ടിഷ്യൂ ഇൻ അബണ്ടൻസ്? വെളുത്ത നാരുപോലെയുള്ള ടിഷ്യൂസ് ധാരാളം കാണപ്പെടുന്നത് ഈ ഓപ്ഷൻസിൽ ഏതിലാണ്? ഓപ്ഷൻ എ കാർട്ടിലേജ്, ഓപ്ഷൻ ബി ബോൺ, ഓപ്ഷൻ സി ലിഗമെന്റ്സ്, ആൻഡ് ഓപ്ഷൻ ഡി ടെൻഡൺ. കാർട്ടിലേജ് എന്താണെന്ന് നമുക്കറിയാം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോണാണ്. അതിൽ ഈ മാട്രിക്സ് എന്ന് പറയുന്നത് പൊതുവെ പ്രോട്ടീനേഷ്യസ് ആയിരിക്കും. ബോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി റിജിഡ് ആണ്. അതിൽ കാൽസ്യം ഫോസ്ഫേറ്റ് പോലെയുള്ള സാൾട്ടിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ലിഗമെന്റ് എന്ന് പറയുന്നത് പൊതുവെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ഫൈബേഴ്സ് ആണ്. ബോൺ ടു ബോൺ അറ്റാച്ച്മെൻ്റ് ആണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് നമുക്കറിയാം. ടെൻഡണിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കൊളാജൻ ഫൈബേഴ്സ് ആണ്. ആ കൊളാജൻ ഫൈബേഴ്സ് വൈറ്റ് ഫൈബറസ് ടിഷ്യൂ ആണ്. ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ അതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന വൈറ്റ് ഫൈബറസ് ടിഷ്യൂ അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് ടെൻഡണിലാണ്. പർപ്പസ് ഓഫ് ടെൻഡൺ, അറ്റാച്ചിങ് സ്കെലിറ്റൽ മസിൽ ടു ബോൺ. ബോണിനെയും മസിലിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതാണ് ടെൻഡൺ. ഹിയർ ഇറ്റ് ഈസ് ആക്ട് ആസ് ദി ലിങ്ക് ബിറ്റ്വീൻ ബോൺ ടു ബോൺ അറ്റാച്ച്മെൻറ്റ്.
ബോൺ ടു ബോൺ അറ്റാച്ച്മെന്റ് ജോയിന്റിൽ ലിഗമെന്റ്, ഇവിടെ മസിൽ ടു ബോൺ അറ്റാച്ച്മെന്റ് ആണ് ടെൻഡൺ. സോ ദി ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ഹിസ്റ്റമിൻ ആൻഡ് ഹെപ്പാരിൻ ആർ സെക്രീറ്റഡ് ബൈ. നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ ബോഡിയിലുണ്ട്, അത് ബ്ലഡ് ആണ്. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ അതിലെ ഏത് WBC ആണ് ഈ ഹെപ്പാരിനും ഹിസ്റ്റമിനും സെക്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മോണോസൈറ്റ് കൊടുത്തിട്ടുണ്ട്, ന്യൂട്രോഫിൽ കൊടുത്തിട്ടുണ്ട്, ഇസിനോഫിൽ കൊടുത്തിട്ടുണ്ട്, ബേസോഫിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. അവയാണ് അതിലെ മെയിൻ റോൾ എടുക്കുന്നത്. ഇസിനോഫിൽസ് അലർജിക് റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസുമായി റിലേറ്റ് ചെയ്തതാണെന്ന് നമുക്കറിയാം. ഇസിനോഫിലിയ എന്ന ഒരു രോഗാവസ്ഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇസിനോഫിൽസിൻ്റെ എണ്ണം കൂടിയാൽ ഹൈ റെസ്പോൺസ് ടു ആൻറ്റിജൻസ് ദാറ്റ് ലീഡ്സ് ടു അലർജി. ബേസോഫിൽ ഈസ് ദി കറക്റ്റ് ആൻസർ ഹിയർ. ഹിസ്റ്റാമിൻ ആൻഡ് ഹെപ്പാരിൻ ആർ സെക്രീറ്റഡ് ബൈ ബേസോഫിൽസ്. ഇത് രണ്ടും എന്താണെന്ന് ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബേസോഫിൽ എന്ന ഓപ്ഷൻ ഡി ആണ്. In this chapter we studied about different types of tissues, simple tissues and compound or complex tissues. Here the question is, proximal convoluted tubule or PCT is lined with proximal convoluted tubule or PCT, distal convoluted tubule or DCT, which are present in renal tubule or part of nephron. Nephron in the part ആണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നിവ. ഇതിനെ ലൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നർ പാർട്ട് കവർ ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ടിഷ്യൂ കൊണ്ടാണ്? എ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ബി സിമ്പിൾ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം, സി സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ആൻഡ് ഓപ്ഷൻ ഡി സിമ്പിൾ സിലിയേറ്റഡ് ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. പലതരത്തിലെ എപ്പിത്തീലിയങ്ങൾക്ക് നമുക്ക് ടെക്സ്റ്റിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അവിടെ നോക്കിയാൽ മതിയാവും. സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയമാണ് റീനൽ ട്യൂബ്യൂളിലെ PCTയെ ലൈൻ ചെയ്ത് കാണപ്പെടുന്നത്. കറക്റ്റ് ഓപ്ഷൻ സി, സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. നെക്സ്റ്റ് വൺ, ഹാവേഴ്ഷ്യൻ കനാൽ ഒക്കർ ഇൻ. ഹാവേഴ്ഷ്യൻ കനാൽ എന്ന കനാൽ കാണപ്പെടുന്നത് ഈ കാണപ്പെടുന്ന ബോണുകളിൽ ഏതിലാണ്? എ ഹ്യൂമറസ്, ബി പ്യൂബിസ്, സി സ്കാപ്പുല ആൻഡ് ഡി ക്ലാവേഡ്. ഇതിൽ നമ്മൾ അറിയേണ്ടത് ദി ലാർജ് ബോൺസ് പൊസസസ് കനാൽസ് ഓൺ ദെയർ സെൻട്രൽ പാർട്ട്. വലിയ ബോണുകൾക്കുള്ളിൽ ഒരു കനാല് കാണപ്പെടുന്നുണ്ട്. ചെറിയ ബോണുകളെല്ലാം തന്നെ സോളിഡാണ്, ഉള്ള് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹ്യൂമറസ് എന്ന ബോൺ ദാ ഈ കാണുന്നതാണ്, അപ്പർ ആം ബോൺ. ഷോൾഡർ മുതൽ ഈ എൽബോ വരെ ഉള്ള ഒറ്റ ബോണാണ് ഹ്യൂമറസ്. അതുപോലെ തന്നെ ഈ പ്യൂബിക് ഏരിയ, ഇവിടെ ഈ പെൽവിസ് മുതൽ നീ ജോയിന്റ് വരെ കാണപ്പെടുന്ന ഈ ഒരു ബോണാണ് പിന്നെ ഫീമർ എന്ന പേരിൽ അറിയപ്പെടുന്നത്, തൈ ബോൺ, തുടയല്. ഇങ്ങനെയുള്ള വലിയ ബോണുകൾക്കെല്ലാം ഉള്ളിൽ ഹാവേഴ്ഷ്യൻ കനാൽ എന്ന ഉള്ളിലൊരു കനാല് കാണപ്പെടുന്നുണ്ട്. ഈ ബോണുകൾ ജോയിന്റിൽ അഡ്ജസൻ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവയെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കാനും കനാല് കാണപ്പെടുന്നുണ്ട്. ഇത് ഉള്ളിലെ കനാലാണ് ഹാവേഴ്ഷ്യൻ കനാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഹ്യൂമറസ് ആണ് large bone present in this option. So the humerus is the correct option. Next one, mineral found in red pigment of vertebrate blood is. പലതരത്തിലെ നിറങ്ങൾ, പല നിറങ്ങളുള്ള ബ്ലഡ് പല ജീവികളിൽ കാണപ്പെടുന്നുണ്ട്. കളർലെസ് ബ്ലഡ് ആർത്രോപോഡയിലുള്ളതുപോലെ, അനിലിഡയിലേതുപോലെ ഗ്രീൻ ബ്ലഡ്, മൊളസ്കയിൽ കാണപ്പെടുന്നത് പോലെ ബ്ലൂ ബ്ലഡ്, നമ്മുടേതുപോലെയുള്ള റെഡ് ബ്ലഡ്. അപ്പോൾ വെർട്ടിബ്രേറ്റിൽ പൊതുവെ റെഡ് ബ്ലഡ് ആണ് കാണപ്പെടുന്നത്, ഫിഷസ് മുതൽ ഇങ്ങോട്ട് മാമൽസ് വരെ. അപ്പോൾ ആ വെർട്ടിബ്രേറ്റിൽ ഉള്ള ബ്ലഡ്
റെഡ് കളർ ആകാൻ കാരണമാകുന്ന മിനറൽ ഏത് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഓപ്ഷൻ എ മഗ്നീഷ്യം, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി കാൽസ്യം, ഓപ്ഷൻ ഡി കോപ്പർ. ഹിയർ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി അയൺ. നെക്സ്റ്റ് വൺ, intervertebral disc consists of a shock absorber connective tissue known as. നമ്മുടെ നട്ടെല്ലിലെ വെർട്ടിബ്രകൾക്കിടയിൽ ഒരു ഷോക്ക് അബ്സോർബർ കുഷ്യൻ ലൈക്ക് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്, ഒരു ഡിസ്ക് കാണപ്പെടുന്നുണ്ട്. അത് അറിയപ്പെടുന്ന പേര് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹയലിൻ കാർട്ടിലേജ് എന്ന ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഇലാസ്റ്റിക് കാർട്ടിലേജ്, ഓപ്ഷൻ സി ഫൈബ്രോ കാർട്ടിലേജ് ആൻഡ് ഓപ്ഷൻ ഡി റെറ്റിക്കുലോ കാർട്ടിലേജ്. നമുക്കറിയാം വെർട്ടിബ്രൽ കോളം ഒറ്റ ബോൺ അല്ല, 26 വെർട്ടിബ്രകൾ ചേർന്ന് അല്ലെങ്കിൽ ഡിസ്കുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും കുഷ്യൻ മാത്രമായിട്ട് ആക്ട് ചെയ്താൽ പോലെ രണ്ട് ഡിസ്കുകളെ തമ്മിൽ അല്ലെങ്കിൽ വെർട്ടിബ്രകളെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഫൈബ്രോ കാർട്ടിലേജ് എന്ന ഓപ്ഷനാണ് തമ്മിൽ ജോയിൻ ചെയ്ത് നിർത്തുകയും കൂടെ ചെയ്യുന്ന ഫൈബ്രോ കാർട്ടിലേജ് ആണ് ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കിൽ കാണപ്പെടുന്നത്. ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ വരുമ്പോൾ ഈ ഫൈബ്രോ കാർട്ടിലേജിന് ഡാമേജ് വരികയോ അല്ലെങ്കിൽ അത് ഡിസ്ലൊക്കേഷനൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന ഡിസ്കുകൾ തമ്മിലാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറി ട്രാൻസ്ലൊക്കേഷനൊക്കെ സംഭവിക്കുന്നു, സ്പോണ്ടിലോസിസ് പോലെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ, ബോൺ ഈസ് കണക്റ്റഡ് ടു മസിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ്. നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു, ബോൺ ഈസ് കണക്റ്റഡ് ടു മസിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ്. അസ്ഥിയെ പേശിയുമായി ബന്ധിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലിഗമെന്റ് ബോൺ ടു ബോൺ അറ്റാച്ച്മെന്റ് ആണെന്ന് പറഞ്ഞു. കാർട്ടിലേജ് പൊതുവെ പ്രൊട്ടക്റ്റീവായിട്ടും സപ്പോർട്ടീവായിട്ടൊക്കെ നിൽക്കുന്ന പാർട്ടാണ്. നമ്മുടെ ഈ കാണുന്ന പിന്ന പോലെയുള്ളത് ഇവിടെ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ ഇയർ കനാൽ അല്ലെ ഓഡിറ്ററി കനാലിലേക്ക്, അതുപോലെ നോസിൻ്റെ ടിപ്പിൽ ഇങ്ങനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ആക്സസറി ഫങ്ഷനാണ് കാർട്ടിലേജിനുള്ളത്. പിന്നെ ഉള്ളത് ടെൻഡൺ ആണ്. ടെൻഡൺ ആണ് അവിടെ കറക്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്കറിയാം ടെൻഡൺ കൊളാജൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. കൊളാജൻ ഫൈബേഴ്സ് ആണ് അതിലുള്ളത്. ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ടെൻഡൺ ആണ് ബോൺ മസിലുമായി അല്ലെ മസിലിനെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ടെൻഡൺ ഉപയോഗിച്ചിട്ടാണ്. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത്വേം പൊസസസ് ഡാഷ് ഓഫ് ഹേർട്സ്. എർത്ത്വേം നമ്മുടെ ഇപ്പോൾ റെഗുലർ സിലബസിൽ നിന്ന് എർത്ത്വേം ഫ്രോഗ് ഒക്കെ പിന്നെ അനാട്ടമി ഒഴിവാക്കിയിട്ടുള്ളതാണ്. പക്ഷെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഫ്രോഗും അതുപോലെ തന്നെ എർത്ത്വേമും കൂടി കോക്രോച്ചിൻ്റെ കൂടെ ഒന്ന് റെഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, എർത്ത്വേം പൊസസസ് ഡാഷ് ഓഫ് ഹേർട്സ്. ഓപ്ഷൻ എ 6 pairs, ഓപ്ഷൻ ബി 4 pairs, ഓപ്ഷൻ സി 2 pairs ആൻഡ് ഓപ്ഷൻ ഡി only 1 heart. Here the correct answer is 4 pairs, option B. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കോക്രോച്ച് ലാർവൽ ആൻഡ് നിംഫൽ ക്യാരക്ടേഴ്സ് ആർ മെയിൻറ്റൈൻഡ് ബൈ. കോക്രോച്ചസിലെ ലാർവൽ ആൻഡ് നിംഫൽ ക്യാരക്ടേഴ്സ്, കോക്രോച്ചിൻ്റെ ലാർവയാണ് നിംഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ക്യാരക്ടേഴ്സിന് കാരണമാകുന്നത് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എഗ്ഡിസോൺ, ഓപ്ഷൻ ബി സലൈവറി ഗ്ലാൻഡ്, ഓപ്ഷൻ സി പരോട്ടിഡ് ഗ്ലാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി ജുവനൈൽ ഹോർമോൺ. ജുവനൈൽ ഹോർമോൺ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ ജുവനൈൽ ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പ്യൂബർട്ടിക്ക് മുൻപ് അല്ലെങ്കിൽ സെക്ഷൽ മെച്യൂരിറ്റി നേടുന്നതിന് മുമ്പ് അല്ലെ അഡൽട്ട് സ്റ്റേജിന് മുമ്പുള്ള ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ജുവനൈൽ ഹോർമോൺ. അവിടെ കോക്രോച്ചിൻ്റെ ലാർവൽ നിംഫൽ ക്യാരക്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജുവനൈൽ ഹോർമോണാണ്. ബാക്കിയുള്ള എഗ്ഡിസോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ തന്നെയാണ്, പക്ഷേ ഇതുമായിട്ട് റിലേഷൻ ഇല്ല. പിന്നെ സലൈവറി ഗ്ലാൻഡും പരോട്ടിഡ് ഗ്ലാൻഡും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ജുവനൈൽ ഹോർമോൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഓഫ് എർത്ത്വേം ഒക്കർ ഓൺ. എർത്ത്വേമിന് ഐ ഡെവലപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്.
ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ അല്ലെ ലൈറ്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഓഫ് എർത്ത്വേം ഒക്കേഴ്സ് ഓൺ ക്ലൈറ്റല്ലം, പിന്നെ കൊടുത്തിരിക്കുന്നത് മെനി ഐസ്, ഡോർസൽ സർഫസ്, ലാറ്ററൽ സൈഡ്. ഇതിൽ ഡോർസൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുറം ഭാഗമാണ്. അപ്പോൾ ഡോർസൽ സർഫസിലാണ് എർത്ത്വേമിന് പൊതുവെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ലൈറ്റിനെ സെൻസ് ചെയ്യാനുള്ള സെല്ലുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്.